ഹായ് ഓൾ, ഇറ്റ്സ് മീ മീര നന്ദ്. സോ അങ്ങനെ തന്നെ നീതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്നുള്ള ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അനു എന്നാണ്. അനു ഒരു നല്ലൊരു ഫാമിലിയിൽ സിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഹെർ ഡ്രീം ഇസ് ടു ഗോ ടു ഓസ്ട്രേലിയ. അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 6 മാസത്തെ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ഒരു വില്ലേജിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് പുള്ളിക്കാരി ഈ ഒരു വില്ലേജിലേക്ക് വരികയാണ്, വേർ ദർ ഇസ് നോ പൊളിറ്റിക്സ് അറ്റ് ഓൾ. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ സിനിമയിൽ. സോ അതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ ജീവിച്ചൊരു കുട്ടി ആയതുകൊണ്ട് വില്ലേജിലേക്ക് വരുമ്പം വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ഹെർ. ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയിരിക്കും ആദ്യം. അവിടെ പൊടി, സ്ഥലങ്ങൾ, കൃഷി എന്നൊക്കെ പറയുമ്പം ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻ ടു ഓൾ ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി പിന്നെ ഗ്രാമത്തിലേക്ക് ഇഴുകി ചേരുകയാണ്. ഗ്രാമീണരൊക്കെ ആയിട്ട് നല്ല പരിചയമാവുക, ഭയങ്കര അടുപ്പത്തിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾ വാട്ട് ഈസ് അബൌട്ട് മൈ ക്യാരക്ടർ ഇൻ ദിസ് മൂവി. നരേൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നരേനെ നേരിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതുവരെ നരേൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഐ ന്യൂ ഹിം ബിഫോർ. അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിലിറ്റി ലെവൽ വളരെ വളരെ കൂടുതലായിരുന്നു. നരേനെ പേഴ്സണലി നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി വെരി ഈസി ടു വർക്ക് വിത്ത് ഹിം. സോ ഹീ ഈസ് എ വെരി ഗുഡ് കോ ആക്ടർ ടു വർക്ക് വിത്ത്. സെക്കൻഡ് ഇന്നിങ്സ് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ വിശേഷിപ്പിക്കാം. ബട്ട് ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ് ഐ വാസ് റൗണ്ട്. സിനിമ അധികം ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി 1 year വാസ് ബിഗ് ബ്രേക്ക് ഫോർ മീ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വേണമെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ആയിട്ട് വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായേക്കാം. യു നെവർ നോ. ഇറ്റ് വാസ് റിയലി നൈസ്. ആസ് ഇൻ തീരെ പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് ചെന്ന് ഇപ്പം that means a lot to me. I mean, RJing എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a very 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 important part in my life. അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ RJing എന്ന് പറയുന്നത്. ആൻഡ് മോർ ദൻ ഓൾ ദാറ്റ്, എക്സ്പ്ലോറിങ് എ ന്യൂ സിറ്റി ഓൾ ബൈ മൈസെൽഫ് എന്ന് പറയുന്നത് വാസ് എ ബിഗ് തിങ് ഫോർ മീ. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വർഷത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഇസ് സംതിങ് ബിഗ് ഫോർ മീ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി തന്നെ അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇഫ് യു ലുക്ക് ബാക്ക്, ഐ എം വെരി 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 ഹാപ്പി ആൻഡ് പ്രൗഡ് at this moment that I have explored something new and I have successfully conceived it. So I'm happy. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു റീസൺ ഈ സിനിമകളിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള. മനഃപൂർവ്വം മാറി നിന്നതല്ല, ഒരു നല്ല മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഓഫർ വന്നിട്ട് ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടായിരുന്നു മാറി നിന്നത്. ബട്ട് ഐ വാസ് ഗിവൺ an option to come back and do movies like how I just did. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദറ്റ് അവിടെ ആണെങ്കിൽ എനിക്ക് സിനിമകൾ ചെയ്യാൻ തീരെ പറ്റില്ല എന്നുള്ളതൊന്നുമല്ല. It's just that I just chose to do good ones, that whichever came to me, അതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്ത് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷനായിരുന്നു. VJ, RJ, ആക്ട്രസ് ഏതാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാട്ട് എവർ ഐ എം ഡൂയിങ് നൗ, ഐ മീൻ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനയവും RJingുമാണ്. ഇപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. VJingും ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് അത് പെർസ്യൂ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഡെഫിനറ്റ്ലി RJing ആൻഡ് ആക്ടിങ്, ദീസ് ബോത്ത് ആർ മൈ ഫേവറേറ്റ്സ്. തീർച്ചയായിട്ടും ഗിവൺ എ ചോയ്സ്, ഐ വുഡ് ഓൾസോ ചൂസ് നോട്ട് ടു വെയർ മച്ച് മേക്കപ്പ് ഫോർ മൂവീസ്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ സുഖമായിരിക്കും. രാവിലെ സാധാരണ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് മാത്രം എത്തിയാൽ മതി ലൊക്കേഷനിൽ. 1 മണിക്കൂർ മുന്നേ എത്തി മേക്കപ്പ് ഇടാൻ നിൽക്കണ്ട. അതേപോലെ തന്നെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരാം, റൂമിലേക്ക് പോവാം without wiping off all the makeup that you have put on. So given a choice, I'm also happy.
ഇപ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ മഹേഷിൻ്റെ പ്രതികാരത്തിലാണെങ്കിലും പ്രേമത്തിലാണെങ്കിലും അങ്ങനെ ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ തന്നെ മിക്കതും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മേക്കപ്പും ഒന്നും ഇടാതെയാണ് നമുക്ക് എത്ര റിയലിസ്റ്റിക് ആക്കാമോ അത്രയും റിയലിസ്റ്റിക് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഹീറോയിൻസിനെ ഒക്കെ കാണുന്നത്. സോ ഐ എം വെരി വെരി അപ്പ് ഫോർ ഇറ്റ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് സിനിമകൾ, ചില സിനിമകൾ, ആദ്യത്തെ കുറച്ച് സിനിമകളിൽ നിന്ന് മാത്രം പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടുള്ള ചില സിനിമകൾ വിജയിക്കാതിരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും വി ലേൺ അ ലോട്ട് അബൌട്ട് ചൂസിങ് റൈറ്റ്. നല്ല നല്ല സിനിമകൾ മാത്രം ചൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവായിരിക്കും. അത് തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയം ഞാൻ അധികം സിനിമകൾ ചെയ്യാതിരിക്കുന്നത് ഓൺലി ബിക്കോസ് വേണ്ട, മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഈ സിനിമ എന്തായാലും നമുക്ക് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചില സിനിമകൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, നമുക്കും മിസ്റ്റേക്സ് പറ്റാം, പാളിച്ചകൾ പറ്റാം, പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ ഹാവ് ഡെഫിനറ്റ്ലി ലേൺഡ് എ ലോട്ട്. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ജയസൂര്യ, പൃഥ്വിരാജ്, നിവിൻ ആൻഡ് ഫഹദ്, ഇതിൽ എല്ലാവരും ഐ എം പ്രിറ്റി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത്. ആൻഡ് എല്ലാവരുടെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് നിവിൻ. സോ അതുകൊണ്ട് ഐ തിങ്ക് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് കംഫർട്ടബിലിറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ്. പക്ഷേ ജേട്ടനാണ് എൻ്റെ ഒന്നും കൂടെ നല്ല സുഹൃത്ത് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ. ഒരു നല്ല സുഹൃത്ത് എനിക്ക് ജേട്ടനായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ജയസൂര്യ. മെസ്സേജ് ടു യു ഓൾ ഇസ് ഡെഫിനറ്റ്ലി ടു വാച്ച് ദിസ് മൂവി. ഇതൊരു വളരെ കൊച്ചു സിനിമയാണ്. ഡയറക്ടർ പുതിയ ആളാണ്, പ്രൊഡ്യൂസർ പുതിയ ആളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകൾക്ക് നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസറെയാണ് കിട്ടിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് നല്ലൊരു ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്, ഒരു കൊച്ചു സിനിമയെ വലിയ സിനിമയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ്. ഡെഫിനറ്റായിട്ടും ഈ സിനിമ അടുത്തുള്ള തിയേറ്ററുകളിൽ പോയിട്ട് കാണുക, നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന എൻ്റെ ജേർണിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. താങ്ക് യു സോ മച്ച്. സോ അങ്ങനെ തന്നെ നീതാവേ അഞ്ചെട്ടെണ്ണം പിന്നാലെ എന്നുള്ള ഈ സിനിമയിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അനു എന്നാണ്. അനു ഒരു നല്ലൊരു ഫാമിലിയിൽ സിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയാണ്. പക്ഷേ പുള്ളിക്കാരിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഹർ ഡ്രീം ഇസ് ടു ഗോ ടു ഓസ്ട്രേലിയ. അവിടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ 6 മാസത്തെ അഗ്രികൾച്ചറൽ ഓഫീസറായിട്ട് ഒരു വില്ലേജിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വേണം. അതുകൊണ്ട് പുള്ളിക്കാരി ഈ ഒരു വില്ലേജിലേക്ക് വരികയാണ്, വേർ ദർ ഇസ് നോ പൊളിറ്റിക്സ് അറ്റ് ഓൾ. സോ അങ്ങനെ ഒരു ക്യാരക്ടറാണ് എൻ്റെ ഈ സിനിമയിൽ. സോ അതുകൊണ്ട് തന്നെ സിറ്റിയിലൊക്കെ ജീവിച്ചൊരു കുട്ടി ആയതുകൊണ്ട് വില്ലേജിലേക്ക് വരുമ്പം വളരെയധികം ഡിഫറെൻ്റ് ആയിട്ട് ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൾട്ട് ഫോർ ഹർ. ഭയങ്കര ഡിസ്ഗസ്റ്റിംഗ് ആയിരിക്കും ആദ്യം. പൊടി സ്ഥലങ്ങൾ, കൃഷി എന്നൊക്കെ പറയുമ്പം ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ ഇൻ ടു ഓൾ ദാറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടി പിന്നെ ഗ്രാമത്തിലേക്ക് ഇഴുകിച്ചേരുകയാണ്. ഗ്രാമീണരൊക്കെ ആയിട്ട് നല്ല പരിചയമാവുക, ഭയങ്കര അടുപ്പത്തിലേക്ക് പോവുകയാണ്. സോ ദാറ്റ് ഈസ് ഓൾ വാട്ട് ഈസ് അബൌട്ട് മൈ ക്യാരക്ടർ ഇൻ ദിസ് മൂവി. നരേൻ്റെ കൂടെയുള്ളൊരു എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നരേനെ നേരിട്ട് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഇതുവരെ നരേൻ്റെ കൂടെ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഐ ന്യൂ ഹിം ബിഫോർ. അതുകൊണ്ട് തന്നെ ഒരു കംഫർട്ടബിലിറ്റി ലെവൽ വളരെ വളരെ കൂടുതലായിരുന്നു. നരേനെ പേഴ്സണലി നന്നായിട്ട് അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് വെരി വെരി ഈസി ടു വർക്ക് വിത്ത് ഹിം. സോ ഹീ ഈസ് എ വെരി ഗുഡ് കോ ആക്ടർ ടു വർക്ക് വിത്ത്. സെക്കൻഡ് ഇന്നിങ്സ് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ വിശേഷിപ്പിക്കാം. ബട്ട് ആസ് ഫാർ എസ് ഐ എം കൺസേൺഡ് ഐ വാസ് അറൗണ്ട്. സിനിമ അധികം ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഡെഫിനറ്റ്ലി 1 year വാസ് എ ബിഗ് ബ്രേക്ക് ഫോർ മീ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ വേണമെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ആയിട്ട് വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായേക്കാം. യു നെവർ നോ. ഇറ്റ് വാസ് റിയലി നൈസ്. ആസ് ഇൻ തീരെ പരിചയമില്ലാത്ത ഒരു മേഖലയിലേക്ക് ചെന്ന് ഇപ്പം that means a lot to me. I mean RJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is a very 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 important
പാർട്ട് ഇൻ മൈ ലൈഫ്, അങ്ങനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ആർജെയിങ് എന്ന് പറയുന്നത്. ആൻഡ് മോർ ദൻ ഓൾ ദാറ്റ്, എക്സ്പ്ലോറിങ് എ ന്യൂ സിറ്റി ഓൾ ബൈ മൈ സെൽഫ് എന്ന് പറയുന്നത് വാസ് എ ബിഗ് തിങ് ഫോർ മീ. സോ അതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു വർഷത്തെ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത് ഇസ് സംതിങ് ബിഗ് ഫോർ മീ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു സെൽഫ് റിയലൈസേഷൻ ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്നെപ്പറ്റി തന്നെ അനലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇഫ് യു ലുക്ക് ബാക്ക്, ഐ എം വെരി 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 ഹാപ്പി ആൻഡ് പ്രൗഡ് at this moment that I have explored something new and I have successfully conceived it. So I'm happy. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു റീസൺ ഈ സിനിമകളിൽ നിന്നും മാറി നിൽക്കാനായിട്ടുള്ള. മനഃപൂർവ്വം മാറി നിന്നതല്ല, ഒരു നല്ല മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ഓഫർ വന്നിട്ട് ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടായിരുന്നു മാറി നിന്നത്. ബട്ട് ഐ വാസ് ഗിവൺ എൻ ഓപ്ഷൻ ടു കം ബാക്ക് and do movies like how I just did. അപ്പോൾ ഇറ്റ്സ് നോട്ട് ദറ്റ് അവിടെ ആണെങ്കിൽ എനിക്ക് സിനിമകൾ ചെയ്യാൻ തീരെ പറ്റില്ല എന്നുള്ളതൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് ദറ്റ് I just chose to do good ones, that whichever came to me, അതിൽ നിന്ന് നല്ലത് ചൂസ് ചെയ്ത് ചെയ്യാമെന്നുള്ളൊരു ഡിസിഷനായിരുന്നു. VJ, RJ, ആക്ട്രസ് ഏതാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാട്ട് എവർ ഐ എം ഡൂയിങ് നൗ, ഐ മീൻ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനയവും ആർജയിങ്ങുമാണ്. ഇപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ജോലികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിജയിങ്ങും ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് അത് പെർസ്യൂ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഡെഫിനറ്റ്ലി ആർജയിങ് ആൻഡ് ആക്ടിങ്, ദീസ് ബോത്ത് ആർ മൈ ഫേവറേറ്റ്സ്. തീർച്ചയായിട്ടും ഗിവൺ എ ചോയ്സ്, ഐ വുഡ് ഓൾസോ ചൂസ് നോട്ട് ടു വെയർ മച്ച് മേക്കപ്പ് ഫോർ മൂവീസ്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ സുഖമായിരിക്കും. രാവിലെ സാധാരണ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് മാത്രം എത്തിയാൽ മതി ലൊക്കേഷനിൽ. 1 മണിക്കൂർ മുന്നേ എത്തി മേക്കപ്പ് ഇടാൻ നിൽക്കണ്ട. അതേപോലെ തന്നെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വരാം, റൂമിലേക്ക് പോവാം, വിത്തൗട്ട് വൈപ്പിംഗ് ഓഫ് ഓൾ ദ മേക്കപ്പ് ദറ്റ് യു പുട്ട് ഓൺ. സോ ഗിവൺ എ ചോയ്സ്, ഐ എം ഓൾസോ ഹാപ്പി. ഇപ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ മഹേഷിൻ്റെ പ്രതികാരത്തിലാണെങ്കിലും പ്രേമത്തിലാണെങ്കിലും അങ്ങനെ ഇപ്പോൾ വരുന്ന സിനിമകളിലൊക്കെ തന്നെ മിക്കതും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം മേക്കപ്പും ഒന്നും ഇടാതെയാണ് നമുക്ക് എത്ര റിയലിസ്റ്റിക് ആക്കാമോ അത്രയും റിയലിസ്റ്റിക് ആക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഹീറോയിൻസിനെ ഒക്കെ കാണുന്നത്. സോ ഐ എം വെരി വെരി അപ്പ് ഫോർ ഇറ്റ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് സിനിമകൾ, ചില സിനിമകൾ, ആദ്യത്തെ കുറച്ച് സിനിമകളിൽ നിന്ന് മാത്രം പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടുള്ള ചില സിനിമകൾ വിജയിക്കാതിരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും വി ലേൺ എ ലോട്ട് അബൌട്ട് ചൂസിങ് റൈറ്റ്. നല്ല നല്ല സിനിമകൾ മാത്രം ചൂസ് ചെയ്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു തിരിച്ചറിവായിരിക്കും. അത് തീർച്ചയായിട്ടും എൻ്റെ കരിയറിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില സമയം ഞാൻ അധികം സിനിമകൾ ചെയ്യാതിരിക്കുന്നത് ഓൺലി ബിക്കോസ് വേണ്ട, മതി എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. ഈ സിനിമ എന്തായാലും നമുക്ക് പണി കിട്ടും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ചില സിനിമകൾ ഓപ്റ്റ് ഔട്ട് ചെയ്യുന്നത്. പക്ഷേ എന്താ പറയുക, നമുക്കും മിസ്റ്റേക്സ് പറ്റാം, പാളിച്ചകൾ പറ്റാം, പക്ഷെ അതിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഐ ഹാവ് ഡെഫിനറ്റ്ലി ലേൺഡ് എ ലോട്ട്. അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. ജയസൂര്യ, പൃഥ്വിരാജ്, നിവിൻ ആൻഡ് ഫഹദ്, ഇതിൽ എല്ലാവരും ഐ എം പ്രിറ്റി കംഫർട്ടബിൾ വർക്കിംഗ് വിത്ത്. ആൻഡ് എല്ലാവരുടെ കൂടെയും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എക്സെപ്റ്റ് നിവിൻ. സോ അതുകൊണ്ട് ഐ തിങ്ക് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കിംഗ് കംഫർട്ടബിലിറ്റി ലെവൽ നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ്. പക്ഷേ ജേട്ടനാണ് എൻ്റെ ഒന്നും കൂടെ നല്ല സുഹൃത്ത് എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാൾ. ഒരു നല്ല സുഹൃത്ത് എനിക്ക് ജേട്ടനായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ജയസൂര്യ. മെസ്സേജ് ടു യു ഓൾ ഇസ് ഡെഫിനറ്റ്ലി ടു വാച്ച് ദിസ് മൂവി. ഇതൊരു വളരെ കൊച്ചു സിനിമയാണ്. ഡയറക്ടർ പുതിയ ആളാണ്, പ്രൊഡ്യൂസർ പുതിയ ആളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമകൾക്ക് നല്ലൊരു പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളത് വളരെ റെയറായിട്ട് സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൊഡ്യൂസറെയാണ് കിട്ടിയിട്ടുള്ളത്. സോ അദ്ദേഹത്തിന് നല്ലൊരു ന്യൂസ് കൊടുക്കുക എന്നുള്ളതാണ്, ഒരു കൊച്ചു സിനിമയെ വലിയ സിനിമയാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ്. ഡെഫിനറ്റായിട്ടും ഈ സിനിമ അടുത്തുള്ള തിയേറ്ററുകളിൽ പോയിട്ട് കാണുക, നമ്മളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് എല്ലാവർക്കും പറയാനുള്ളത്. തീർച്ചയായിട്ടും
ഇനി വരാൻ പോകുന്ന എൻ്റെ ജേർണിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അത്യാവശ്യമാണ്. താങ്ക് യു സോ മച്ച്.